നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമേനോൻ ഹെൽത്ത് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട് കേട്ടോ. ധാരാളം കമൻസ് വരുന്നുണ്ട്, അത് വളരെ സന്തോഷമാണ്. എനിക്കൊരു മോട്ടിവേഷനാണ്. പിന്നെ കൂടാതെ പറയാനുള്ളത്, ഞാനൊരു 3 ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, ഇത്തിരി തിരക്കായിരുന്നു. പിന്നെ ഞാൻ അന്ന് പറഞ്ഞല്ലോ, മാർച്ച് 30 ഉണ്ടാവില്ല, കുടുംബക്ഷേത്രത്തിൽ പോവാണ്. പുന്നൂർക്കാവ് എന്ന് പറയും, തൃശ്ശൂർ അപ്പുറമാണ്. അപ്പോൾ പോയി കഴിഞ്ഞ രാത്രി അവിടെ കളയെഴുത്തും പാട്ടും താലമൊക്കെയാണ്. നമ്മുടെ കുടുംബക്ഷേത്രം വകയാണ് അത് കഴിക്കുന്നത്, ഈ വഴിപാടൊക്കെ. അപ്പോൾ എല്ലാവരും കുടുംബക്കാരെല്ലാവരും അങ്ങോട്ട് പോകും. ആ സമയത്ത് നല്ല ഒരു സന്തോഷമാണ് എല്ലാവർക്കും. രാത്രി താലവും പിന്നെ കളയെഴുത്തും പാട്ടൊക്കെ ഉണ്ട്. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് ഇവിടുന്ന് കൊണ്ടുപോകും. ഫുഡെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ രാത്രിയായി, ഒരു 1:30 മണിയായി ഇവിടെ എത്തിയപ്പോൾ കേട്ടോ. അപ്പോൾ അത് കാരണം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇത്തിരി തിരക്കായിരുന്നു ഓരോ കാര്യമായിട്ട്, അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇടാൻ പറ്റാഞ്ഞ. വീഡിയോ ഇട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പം ചൂടാണ്, ഭയങ്കര ചൂടാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്തവണ്ണമൊക്കെ ചൂടുണ്ടാവും. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മളുടെ ബോഡി തണുപ്പിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഈ സമയത്തൊക്കെ നമുക്ക് ക്യാരറ്റ് ജ്യൂസ്, ബീറ്റ്റൂട്ട് ജ്യൂസൊക്കെ കഴിക്കാം കേട്ടോ. അതുപോലെ തന്നെ വെള്ളരി, പൊട്ടുവെള്ളരിയൊക്കെ കിട്ടുവാണെങ്കിൽ അത് കഴിക്കാം. ഒന്നുമില്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമായിട്ട് വെള്ളം കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നമുക്ക് ചൂട് കൂടുന്ന അനുസരിച്ച് നമ്മളുടെ ബോഡി തണുപ്പിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബോഡി മാത്രമല്ല, നമ്മളുടെ മുടിക്ക് ആവശ്യമായ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ അത് ഉച്ച സമയത്ത് ഒട്ടും പറയാൻ വേണ്ട കേട്ടോ. ഭയങ്കര ചൂടായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെ വേർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. വെള്ളം കുടിക്കുക, യൂറിൻ പാസ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മുടി അതനുസരിച്ചിട്ട് മുടിയിലൊക്കെ മാറ്റം വരും. ചിലപ്പോൾ നമ്മൾ മുടി ശ്രദ്ധിച്ചില്ലെങ്കിൽ തലയിലൊക്കെ കുരുക്കൾ വരും. ഒരുപാട് പേര് പറയുന്നുണ്ട് തലയിലൊക്കെ കുരുക്കളുണ്ട്. അപ്പോൾ അവർ ആദ്യം വിചാരിച്ചു വെള്ളത്തിൻ്റെ കുഴപ്പമാണ്, അതാണോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ വെള്ളത്തിൻ്റെ കുഴപ്പമൊന്നുമല്ല, ഈ ചൂട് കൂടുന്നത് കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ തലമുടിക്കും തലയ്ക്കും ഒക്കെ ആവശ്യമായ തണുപ്പ് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. കറ്റാർവാഴ ഏറ്റവും നല്ലതാണ് കേട്ടോ. അതുപോലെ ഹൈബിസ്കസ് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് ജെല്ലും കാര്യങ്ങളും സെറം പിന്നെ താളിയൊക്കെ ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഉപയോഗിക്കാം കേട്ടോ. ആൺകുട്ടികളാണെങ്കിലും ശരി, പെൺകുട്ടികളാണെങ്കിലും ശരി, ഈ സമയത്തൊക്കെ മുടി ധാരാളം പോകും, ചൂട് സമയത്തൊക്കെ പോകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കെയർ ചെയ്യണം കേട്ടോ. വളരെയധികം കെയർ ചെയ്താലേ നമുക്ക് ഇതിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമ്മുടെ പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. മുടിക്ക് തിക്നെസ് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് മൈലാഞ്ചിപ്പൊടി ഉണ്ടല്ലോ, മൈലാഞ്ചിപ്പൊടിയും നെല്ലിക്കപ്പൊടിയും അത് വെറുതെ വെള്ളത്തിൽ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് വാഷ് ചെയ്ത് ഒരു 25-30 മിനിറ്റ് കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. നീർക്കെട്ടൊന്നും ഇല്ലാത്തവർക്ക് അതിലും കൂടുതൽ സമയം വെക്കാം കേട്ടോ. എന്നിട്ട് മുടി വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. സിൽക്കി ഹെയർ പോലെ തോന്നും കണ്ടോ. നിങ്ങൾക്ക് ഒരുപാട് എന്താ അധികം എണ്ണയൊന്നും തേക്കുന്നില്ല, മുടി ഇത് തേച്ചതാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും തേച്ച പാക്കാണ് കേട്ടോ. അത്യാവശ്യം വേണ്ട നമ്മൾ ഈ പാക്കിലും അതുപോലെ അലോവേറയിലും ചില ഫ്രൂട്ട്സിലൊക്കെ ചേർക്കുന്ന ഒലിവ് ഓയിൽ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ തേച്ചിട്ടാണ് കേട്ടോ മുടി നമുക്ക് ഈ കണ്ടീഷനിലേക്ക് ആക്കാൻ പറ്റുന്നത്. പിന്നെ ഉലുവ നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് തേക്കാം കേട്ടോ. രാവിലത്തെ സമയത്ത് നേരമില്ലാത്തവർ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ട് വെറുതെ ഞരടിപ്പിഴിഞ്ഞ് ആ വെള്ളം കുളിക്കാൻ നേരത്ത് തലകൊടിയിലും തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ച് വെറുതെ കഴുകി കളയാം കേട്ടോ. അപ്പോൾ ഇനി തേച്ച് പിടിപ്പിച്ചിരിക്കാൻ നേരമില്ലാത്തവർക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഉലുവ. അപ്പം മാറി മാറി ഇങ്ങനെ ഓരോന്നൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ.
ഒരുപാട് പേര് ഇതുപോലെ സങ്കടം പറയുന്നുണ്ട്, ചൂട് കൂടുന്നുണ്ട്, മുടി കൊഴിയുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ നമുക്ക് നേരിട്ട് പറയുന്നവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ ഇത് തേക്കൂ, അലോവര തേക്കൂ, അലോവര ഒലിവ് ഓയിൽ ബെസ്റ്റാണ് ഈ സമയത്ത് കേട്ടോ. അതുപോലെയുള്ള ഹൈബിസ്കസ് ചെമ്പരത്തി താളി മിക്കവരുടെ വീട്ടിൽ കിട്ടും അല്ലേ, വീട്ടിലുണ്ടാവും. അതാണെങ്കിൽ ഏറ്റവും സൂപ്പറാണ് ചെമ്പരത്തി താളി, ചെമ്പരത്തി ഇല, ഇതെല്ലാം കേട്ടോ. പൂവിൻ്റെ പിന്നെ അതുപോലെ താളി, പിന്നെ ഈ ഇല രണ്ടും കൂടി ആയാലും കുഴപ്പമില്ല. മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളഞ്ഞോളൂ. എന്ത് തണുപ്പാണെന്നറിയോ, തലയ്ക്കൊക്കെ നല്ല സുഖമാണ്. ആഴ്ചയിൽ ഈ ചൂടുകാലത്ത് നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇതുപോലെയുള്ള താളികൾ തേക്കണം കേട്ടോ. മാറി മാറി നിങ്ങൾക്ക് ജെല്ലുകളൊക്കെ ഉപയോഗിക്കാം. രാത്രി ഈ നീർപ്പിടുത്തൊന്നും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ മുടി പിടുത്തുന്ന സമയത്ത് ജെല്ലൊക്കെ തേക്കാം കേട്ടോ. ജെല്ല് തേച്ച് പിടുത്തി നിങ്ങൾക്ക് മുടി പിന്നിട്ട് കിടക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ കിടന്നാൽ മുടി കൊഴിച്ചിൽ കുറയും കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. മുടി വെറുതെ അഴിച്ചിട്ട് കിടന്ന് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഒരുപാട് മുടി ഊരി പോകുന്നുണ്ടാവും. അതേസമയം നമ്മൾ മുടി ഈവനിങ് ടൈമിൽ മുടി പിടുത്തി ഇതുപോലെയുള്ള ജെല്ല് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കിടന്നോളൂ. പിന്നിട്ട് കിടക്കണം കേട്ടോ. പിറ്റേ ദിവസം മുടി അഴിക്കുമ്പോൾ തലേ ദിവസത്തെ അത്രയും പോയിട്ടുണ്ടാവില്ല. അപ്പം മുടി പിന്നിട്ട് കിടന്നാൽ നമുക്ക് തല്ലിപ്പോവില്ല. അങ്ങനെ ഒരുപാട് വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ശ്രദ്ധിക്കാം മുടി. ഇന്നലെ യാത്ര ചെയ്തുകൊണ്ട് മുടി പിടുത്താനൊന്നും പറ്റിയില്ല. കുളി കഴിഞ്ഞിട്ടാണെങ്കിലും മുടി പിടുത്താനോ ഉണക്കാനോ ഒന്നും നമുക്ക് സമയം കിട്ടിയില്ല. അങ്ങനെ തന്നെ പോയി വന്ന് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നല്ലോണം കാറ്റും കൂടിയല്ലേ, കാറ്റത്തും കൂടി ആയിരുന്നു. മുടി ഭയങ്കരമായിട്ട് കെട്ടുപണിഞ്ഞിരുന്നു. പിന്നെ സാവകാശം അത് വേർപ്പെടുത്തിയിട്ട് നമ്മൾ അങ്ങനെ കെട്ടുപണിയുന്ന സമയത്ത് നമ്മൾ മുടി വെളുത്തുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, മുടി 2 വശത്തേക്ക് നമ്മൾ ഇതുപോലെ 2 വശത്തേക്ക് എടുത്തിട്ട് കുറേശ്ശെ ഇങ്ങനെ വിരൽ കൊണ്ട് വേണം എടുത്താൻ കേട്ടോ. കുറേശ്ശെ വിരൽ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കോമ്പ് ഇങ്ങനെ ഇവിടുത്തെ ജട കളയാൻ വെറുതെ ഇങ്ങനെ കോമ്പ് ഉപയോഗിക്കാം നമുക്ക്. പക്ഷെ അറ്റം വരെ കോമ്പ് ഉപയോഗിക്കരുത്, ജട വെടുത്താതെ കേട്ടോ. വെടുത്താതെ ഉപയോഗിച്ചാൽ മുടി പൊട്ടിപ്പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കുക. വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞവണ്ണം ഇതുപോലെ തന്നെ ഉപയോഗിക്കുക കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഉലുവ ഇന്ന് പറയാൻ പോകുന്ന ടിപ്സ്, ഉലുവ വെള്ളത്തിലിടാം. ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതിൻ്റെ കൂടെ കടുകെണ്ണയാണ് കേട്ടോ ഇത്. കടുകെണ്ണ നമ്മൾ ഒരു 5 തുള്ളി കടുകെണ്ണയും കൂടിയും ഉലുവയുടെ കൂടെ ഒഴിച്ചു വെക്കാം കേട്ടോ. ഒഴിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം കുതിർന്ന് കഴിയുമ്പോൾ ഞെരടി പിഴിഞ്ഞെടുത്തിട്ട് അത് തലോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചോളൂ കേട്ടോ. മുടിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും, മുടി കൊഴിച്ചിൽ നിൽക്കും കേട്ടോ. അപ്പോൾ മറക്കരുത്, ഉലുവ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തുന്ന സമയത്ത് നമ്മൾ അതിന് ഒരു 5 തുള്ളി കടുകെണ്ണയും കൂടി ഒഴിക്കാം കേട്ടോ. ഒഴിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മളത് ഞെരടി പിഴിഞ്ഞെടുത്തിട്ട് തലോട്ടിൽ മുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. മുടി കൊഴിച്ചിൽ മാറും, മുടിക്ക് തിക്നെസ് ഉണ്ടാവും, മുടിയുടെ സ്റ്റൈല് മാറും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇതാണ്, ഉലുവ പ്ലസ് നമ്മുടെ കടുകെണ്ണ. അപ്പോൾ ഇത് എല്ലാവരും ഉപയോഗിക്കണം കേട്ടോ. നല്ല റിസൾട്ടാണ്, തിക്നെസ് ഉണ്ടാവും. കടുകെണ്ണ പിന്നെ കറിക്ക് അല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആൾക്കാർ. അത് നമുക്ക് തലയ്ക്കും നല്ല ഉപയോഗപ്രദമായ ഒരു എണ്ണ കൂടിയാണ് കേട്ടോ കടുകെണ്ണ. അപ്പോൾ അത് തേക്കുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ നല്ലൊരു ടിപ്പുമായിട്ട് കാണാം.